വർഷത്തിൽ ഒരേ ഒരു ദിവസം മാത്രം മല കയറാൻ അനുവാദമുള്ള സ്ഥലം. അന്ന് മാത്രമാണ് ഈ മലയുടെ മുകളിലുള്ള വിഗ്രഹത്തിന് പൂജ നടത്തുന്നത്. ആയിരക്കണക്കിന് ജനങ്ങളാണ് മീനമാസത്തിലെ ഉത്രനാളിനു വേണ്ടി കാത്തുനിന്ന് അന്നേ ദിവസം ഈ മല കയറുന്നത്. പോയി നോക്കാം മണിക്കുന്ന് മലയുടെ മുകളിലുള്ള മണിക്കുന്നപ്പനെ കാണാൻ. രാവിലെ 5 മണിയായപ്പോൾ ഞങ്ങൾ തൃക്കേപ്പറ്റയുള്ള ശിവക്ഷേത്രത്തിന് മുമ്പിലെത്തി. ഇവിടുത്തെ പൂജാരിമാർ പൂജയ്ക്കുള്ള സാധനങ്ങളും പിന്നെ വിളക്കും എല്ലാം എടുത്ത് മലമുകളിലേക്ക് കയറുന്നതോടുകൂടിയാണ് മലകയറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. അമ്പലത്തിന് മുന്നിൽ വലിയൊരു പാർക്കിംഗ് ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളും സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം 1 കിലോമീറ്റർ മേപ്പാടി ഭാഗത്തേക്ക് നടന്നാൽ നെല്ലിമാള എന്ന ചെറിയൊരു ടൗൺ എത്തും. ഇവിടെ നിന്ന് ഈ വഴി വലത്തേക്ക് കയറണം. ആവശ്യത്തിന് വെള്ളവും ചെറിയ സ്നാക്സൊക്കെ കരുതുന്നത് എന്തായാലും നന്നാവും. വേണമെങ്കിൽ ഈ ജംഗ്ഷനിൽ നിന്ന് ഇതൊക്കെ മേടിക്കാം. പിന്നെ മുമ്പോട്ട് നടക്കുമ്പം അലങ്കരിച്ച ചെറിയ കവാടമൊക്കെ കാണാം. ആദ്യം നമ്മൾ എത്തിച്ചേരുന്നത് ഗോവിന്ദംപാറയുടെ താഴെയാണ്. ഇത് കയറി വേണം മലകയറ്റം തുടങ്ങാൻ. ഗോവിന്ദ ഗോവിന്ദ വിളിച്ചാണ് എല്ലാവരും ഇതിലെ കയറി പോകുന്നത്. ഈ ഒരു പാറ കയറി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു എനർജി ലെവൽ എന്താണെന്ന്. കുറച്ചുകൂടെ മുകളിലെത്തിയപ്പം വെളിച്ചം പയ്യെ വരാൻ തുടങ്ങി. ഇവിടെ ഒരു കോളനി ഉണ്ട്. സമ്മതിക്കണം കേട്ടോ, ഇവരെയൊക്കെ ഡെയിലി ഈ പാറ കയറി ഇറങ്ങുന്ന. പാറയുടെയും കാടിൻ്റെയൊക്കെ ഇടയിൽ കൂടിയാണ് ട്രെക്കിംഗ്. പ്രായമായവരും ചെറിയ കുട്ടികളും എല്ലാവരും ഉണ്ട് മല കയറാൻ. പണ്ട് നിത്യപൂജ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഈ മലമുകളിൽ. അന്ന് ദിവസവും പൂജാരി ഈ മലയുടെ മുകളിൽ പോയി പൂജ ചെയ്യുമായിരുന്നു. പിന്നീട് സ്വപ്നത്തിൽ ഒരു വെളിപാടുണ്ടാകുന്നു, എന്നെ കാണാൻ ദിവസവും മലമുകളിൽ കയറണ്ട, വർഷത്തിൽ ഒരിക്കൽ മലമുകളിൽ കയറി പൂജ നടത്തിയാൽ മതി. ആ ഒരു ദിവസമാണ് മീനമാസത്തിലെ ഉത്രനാൾ. ഇതാണ് ഈ മലകയറ്റത്തിൻ്റെ ഐതിഹ്യം. ഏകദേശം പകുതിയായപ്പോൾ മലയുടെ മുകൾ ഭാഗം തെളിഞ്ഞു കാണാൻ തുടങ്ങി. അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. ഇനി അങ്ങോട്ട് ഫുള്ള് പുൽമേടാണ്. ഇവിടെ എത്തിയപ്പോൾ നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഇതുവരെ ഫുള്ള് മരമൊക്കെ നിറഞ്ഞ സ്ഥലമായിരുന്നു. ഇനി അങ്ങോട്ട് ഫുള്ള് തെളിഞ്ഞു കിടക്കുവാണ്. ഭക്ഷണമൊക്കെ ആയി വന്നവർ കുറേ പേര് ഇവിടെ ഇരുന്നത് കഴിക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് വീണ്ടും ഒരു അടഞ്ഞു നിൽക്കുന്ന കാട്. ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. പക്ഷെ ദൂരെ ആകാശം കാണാം. അതാണ് ഈ മലയുടെ ടോപ്പ് ഭാഗം. മലയുടെ ഏറ്റവും മുകളിലുള്ള പാറയിലാണ് വിഗ്രഹം ഉള്ളത്. നമുക്ക് മുമ്പേ കയറിയവർ നേരത്തെ വന്ന് സ്ഥലമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇവിടെയാണ് വർഷത്തെ 365 പൂജയും ഒറ്റ ദിവസം ഇന്ന് നടത്തുന്നത്. ഇതിൻ്റെ മുകളിൽ ക്ലൈമറ്റൊക്കെ പെട്ടെന്നാണ് മാറുന്നത്. കട്ട മഞ്ഞ് വന്ന് നിറയും, പിന്നെ എല്ലാം തെളിയും. ഒരു പട്ടിക്കുട്ടനും മല കയറി ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് വയനാടിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളും കാണാം.
പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി അമ്പലത്തിലെത്തി നല്ല കഞ്ഞിയും പുഴുക്കും എല്ലാം കഴിച്ചാണ് മലകയറ്റം എൻഡ് ചെയ്തത്. മണിക്കുന്ന് മലയെക്കുറിച്ചും ഇവിടുത്തെ ഐതിഹ്യത്തെക്കുറിച്ചും കൂടുതൽ അറിയാവുന്നവർ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണേ.